എവ്രിവൺ, വെൽക്കം ബാക്ക് ടു എവൻസ് മാജിക്കൽ വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഈസി പീസി ആയ ഒരു പൊട്ടാറ്റോ, നോട്ട് കറി ബട്ട് ഒരു ഡ്രൈ പൊട്ടാറ്റോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 പൊട്ടാറ്റോസ് ക്യൂബ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഒരു ചട്ടിയിലേക്ക് ഒരു ഇച്ചിരി കൂടുതൽ എണ്ണയാണ് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് പൊട്ടാറ്റോ റോ പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്, നമ്മൾ പുഴുങ്ങിയിട്ടില്ല. അത് കാരണം നമ്മൾ ഈ റോ ആയ കാരണം ഇച്ചിരി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഓയിൽ ഇട്ടേക്കുന്നത്, എന്നാലാണ് ടേസ്റ്റ് കൂടുതലുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് കുറച്ച് കൂടുതൽ ജീരകം ഇടാം. കാരണം ഈ ഡ്രൈ പൊട്ടാറ്റോ ഇതിൽ കൂടുതൽ ജീരകത്തിൻ്റെ ഫ്ലേവറാണ് വരാൻ പോകുന്നത്. അത് കാരണം കുറച്ച് കൂടുതൽ ജീരകം ഇടാം. ഈ ജീരകം ഇട്ട് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഈ പൊട്ടാറ്റോ ഇതിലേക്ക് ഇങ്ങോട്ട് ഇടാം. ബി കെയർഫുൾ, കാരണം ഓയിൽ സ്പില്ലാവാനുള്ള ചാൻസസ് ഹൈ ആണ്. ഞാൻ വേവിക്കാത്ത പൊട്ടാറ്റോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ നല്ലോണം ഒരു ഹാഫ് കുക്ക് ആവണ വരെ ഒന്ന് ഇളക്കിയെടുക്കും. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെയും ഇളക്കി കൊടുക്കാം. സൈമൾട്ടേനിയസ്ലി തന്നെ ഞാനൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇച്ചിരി ഹെൽത്തി വേർഷനായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നാച്ചിനി പൊടി എന്നാണ് ഇങ്ങനെ പറയാം, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നാച്ചിനി കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുക. ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പൊടി. ഉണ്ണികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇത് അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ ആ സെയിം മെഷർമെൻറ്റിൽ ഞാൻ ഗോതമ്പിൻ്റെ പൊടിയും എടുത്തിട്ടുണ്ട്. നാച്ചിനെ ഹിന്ദിയിൽ റാഗി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ റാഗി പൊടി എന്ന് പറയാം. മലയാളത്തിൽ ഭയങ്കര റാഗി എന്ന് തന്നെയാണ് തോന്നുന്നത് പറയാം. ഞാൻ ഇതിലേക്ക് ഇനി ഇച്ചിരി ടർമറിക് പൊടി ഇടും. പിന്നെ അധികമില്ല, ഒരു ഇച്ചിരി ചില്ലി പൗഡറും ഇടും. ഇച്ചിരി കൊറിയാണ്ടർ പൊടി പോലും. എനിക്ക് അധികം ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, പക്ഷെ ഈ ബാജിയിൽ നമുക്ക് ഇത്ര ഫ്ലേവറിൻ്റെ ആവശ്യമുള്ളൂ. അത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവിയിൽ വേവിക്കാൻ ഒന്ന് കൊടുക്കാം. ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഇതിലേക്ക് 1 ഫുൾ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി നമ്മൾക്ക് 1 ഫുൾ കുക്കുംബർ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനേക്കാളും മുന്നേ ഞാൻ കുറച്ച് റെഡ് ചില്ലി പൗഡറും ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് അജ്വൈൻ എന്നാണ് ഇതിനെ ഹിന്ദിയിൽ പറയാം. ഓക്കെ, ഇതിന് അനിയൻ സീഡ്സ് ആണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പം നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കാം. I guess it's called I Mojagam in Malayalam. ഇനി നമുക്കിതൊന്ന് ഈ നമ്മുടെ കുക്കുംബറുടെ വിടുന്ന വെള്ളത്തിൽ തന്നെ ഈ ഒരു നമുക്ക് ദോ ചെയ്തെടുക്കാം. എനിക്ക് ഇത്ര കുഴച്ചെടുക്കാൻ പറ്റിയുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം ചേർന്നിട്ട് പ്രോപ്പർ ചപ്പാത്തിയുടെ ദോ പോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് ഞാൻ പ്രോപ്പർ ദോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഒരു തുണ്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് കുഴച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഒരു ദോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് റെസ്റ്റിന് വേണ്ടി കൊടുക്കാം. നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കിയിടാം നമുക്കത്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ടിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇച്ചിരി ഗരം മസാല ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി മൂടി വയ്ക്കാം.
ഒരു തുണ്ട് ഗരം മസാല ഇടാം. എന്നിട്ട് ഇതൊന്ന് അടക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഇത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയ പൊട്ടാറ്റോ നല്ല ക്രഞ്ചി ആയിട്ട് നല്ല യമ്മി ആയിട്ട് ചപ്പാത്തിയിൽ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വിച്ച് ഇസ് റാഗി പ്ലസ് വീറ്റിൻ്റെ കുക്കുംബർ ഇട്ടിട്ടുള്ള ഹെൽത്തി ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം. ടേക്ക് വൺ ദോ ഇനി ഇതിലേക്ക് ആട്ടയിലേക്ക് മിക്സ് ചെയ്യാം. നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ സർക്കിളായിട്ട് കിട്ടും. ഈസിയാണ് പരത്താൻ വേണ്ടി. കണ്ടോ, ഇങ്ങനെ പ്രോപ്പർ സർക്കിളായിട്ട് കിട്ടും. നമുക്കിത് എടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഫിൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് പരത്താം. അതേപോലെ തന്നെ നമുക്ക് ഉരുട്ടയാക്കിയിട്ടും നെയ്യ് പരത്താം. നെയ്യ് പരട്ടുമ്പോൾ ആ ടേസ്റ്റ് കുറച്ച് എൻഹാൻസ് ആവും. ശരിക്കും നോർമൽ ചപ്പാത്തി പോലെയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് കാസറോളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ നാച്ചിനി റോട്ടിയും നമ്മുടെ യമ്മി പൊട്ടാറ്റോ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻജോയ്. ടേസ്റ്റിയായ ഈ ചപ്പാത്തിയും ബാജിയും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇതുവരെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഓൾ വിത്ത് ദ നെക്സ്റ്റ് ന്യൂ റെസിപ്പി. ബൈ.